അപ്പോൾ ഇന്ന് ഇത് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവല്ലോ ഇന്ന് എന്താണ് ഞാൻ ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കപ്പ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരം വന്ന സമയത്ത് കപ്പ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ചതാണ്. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ തന്നെ അതിൻ്റെ തൊലിയൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു തോന്നിയായിരുന്നു ഇതൊരു കയ്പുള്ള ടൈപ്പ് കപ്പയായിരിക്കും എന്ന്. കാരണം നമുക്കിവിടെ കിട്ടുന്ന കപ്പ കൂടുതലും ഇങ്ങനെയുള്ള കപ്പയാണ്. കാരണം വെള്ളക്കെട്ടുള്ളിടത്താണ് ഇത് കൂടുതലും ഇങ്ങനെ ഈ ഒരു കളറിൽ കിട്ടുകയുള്ളൂ കേട്ടോ. നല്ല മണ്ണുള്ളിടത്താണെങ്കിൽ എന്താ പറയുക, നല്ല ഒരു പിങ്ക് ഷെയ്ഡായിരിക്കും അതിൻ്റെ പുറംതൊലിക്ക്. അതുപോലെ തന്നെ നല്ല അടിപൊളി കപ്പയായിരിക്കും. നല്ല വെന്ത് കഴിഞ്ഞാൽ നല്ല പുട്ട് പോലെ ഇരിക്കും കേട്ടോ. അതിൻ്റെ കൂടെ ഉണ്ടല്ലോ കുറച്ച് മീൻകറിയൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ കഴിക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ബീഫ് ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട, പൊളിച്ച്. അപ്പോൾ മീറ്റും അതുപോലെ തന്നെ ബീഫൊക്കെ കഴിക്കാത്തവരോട് സോറി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം വന്ന സമയത്ത് കപ്പ വാങ്ങിച്ചു കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം തന്നെ എനിക്ക് ഒരു നാരങ്ങ വെള്ളം പിഴിഞ്ഞ് കുടിക്കണമെന്ന് തോന്നി കേട്ടോ. ഭയങ്കര ചൂടാണ്, അതുകൊണ്ടിട്ടാണ് ഞാൻ നാരങ്ങ കുടിക്കാൻ നോക്കിയത്. പക്ഷേ എനിക്കിത് അധികം അങ്ങോട്ട് പുളിപ്പുള്ളതൊന്നും അങ്ങനെ അധികം കഴിക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈറോയ്ഡ് ഉള്ളവർക്ക് ഇങ്ങനെ പുളിയുള്ളതൊന്നും അധികം കഴിച്ച് കഴിയുമ്പോഴത്തേനും ഒന്നാമത് ഭയങ്കര ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാകും. പിന്നെ കപ്പയൊക്കെ കഴിക്കുന്നത് കൊണ്ടിട്ട് ഗ്യാസ്ട്രിക് പ്രോബ്ലം വരും. അതുകൊണ്ടിട്ട് ബി കെയർഫുൾ. ഞാനിതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും എന്ന് വെച്ച് നിങ്ങൾ കഴിക്കരുത് കേട്ടോ. എന്നാൽ നമുക്ക് നല്ല അടിപൊളി കപ്പ ഉണ്ടാക്കാം കേട്ടോ. ഞങ്ങളിങ്ങനെയാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ കപ്പ ഉണ്ടാക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ കപ്പയൊക്കെ കൃഷി ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അതിൻ്റെ വിളവെടുക്കുന്ന സമയത്ത് എല്ലാവരും കൂടിയിരുന്ന് വെച്ചുണ്ടല്ലോ വിളവ് ഇങ്ങനെ പറിച്ച് ഇട്ടിട്ടുണ്ടല്ലോ, ഇങ്ങനെ തൊലി ഇങ്ങനെ ചെത്തി എടുക്കും കേട്ടോ. ഇതിൻ്റെ കരിന്തൊലിയില്ലേ, അതിങ്ങനെ ചെത്തിക്കളയും കേട്ടോ. എന്നിട്ട് ആ സമയത്ത് തന്നെ ഉണ്ടല്ലോ നമ്മളെല്ലാവർക്കും കഴിക്കാനുള്ളതും അവിടെ തന്നെ ഉണ്ടാക്കും കേട്ടോ. നമ്മൾ എവിടെ വെച്ചിട്ടാണോ ഇതിൻ്റെ തൊലി ചെത്തി എടുക്കുന്നത് അവിടെ തന്നെ വെച്ചിട്ട് നമ്മളിതുപോലെ കപ്പയൊക്കെ പുഴുങ്ങി കാന്താരി മുളകൊക്കെ ഇങ്ങനെ ഞെരടിയിട്ട് നമ്മൾ കഴിക്കാറുണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ എൻ്റെ അനുഭവങ്ങൾ ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. വലുതായതിന് ശേഷമാണ് പിന്നെ നമ്മൾ നമ്മുടെ നാടൊക്കെ വിട്ട് നമ്മൾ ഇങ്ങ് പോന്നതിന് ശേഷമാണ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാത്തത്. പക്ഷേ എന്നാൽ ഇപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരിങ്ങനെ ആളെ വെച്ചിട്ടാണ് ചെയ്യിക്കുന്നത്. എല്ലാവരും കൂടി ഇരുന്നിട്ടൊന്നും അങ്ങനെ ചെയ്യുന്ന ഒരു പതിവ് ഇപ്പോൾ ഇല്ല. പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരും പിന്നെ അതുപോലെ തന്നെ അടുത്തുള്ള വീട്ടിലെ ചേച്ചിമാരും ഒക്കെ വന്നിട്ട് എല്ലാവരും കൂടെ സഹകരിച്ചിട്ടാണ് ഇത് ചെയ്തു പോന്നിരുന്നത് കേട്ടോ. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ കപ്പ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇങ്ങനെ കൊത്തി എടുക്കും. ഇതിനെ കപ്പ കൊത്തുക എന്ന് പറയും കേട്ടോ. കപ്പ കൊത്തി എടുത്ത് കഴിഞ്ഞപ്പോഴത്തേനാണ് എനിക്ക് തോന്നിയത് ഒത്തിരിയേ ഉള്ളല്ലോ, ഇരിക്കുന്ന കപ്പയും കൂടെ ബാക്കിയും കൂടെ അങ്ങിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. കൊത്തി തീർന്നതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ തോന്നിയത്. പക്ഷേ ആ കപ്പ ഇടണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം അമ്മാതിരി കയ്പ്പായിരുന്നു കേട്ടോ. ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ കേട്ടോ. ഞാൻ നല്ലോണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഉണ്ടാക്കിയത്. പക്ഷേ എടുത്തതൊന്നും കഴിക്കാൻ പറ്റിയില്ല. അതുപോലെ കയ്പ്പായിപ്പോയി കപ്പയ്ക്ക്. എന്ത് പറ്റിയതാണെന്നറിയില്ല. എന്നാലും വേണ്ടില്ല, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചതാണ്, ആഹാരം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. എന്നാലും കുറച്ച് കഴിച്ചു കേട്ടോ. കഴിക്കാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് കഴിച്ചു കുറച്ച്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെയുള്ള ആചാരങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെയുള്ള പണ്ടത്തെ ഓർമ്മകളൊക്കെ ഉണ്ടോ എന്ന് ഒന്ന് പുറകിലേക്ക് നോക്കി അല്ലാതെ നമ്മൾ വന്ന വഴികളൊക്കെ ഒന്ന് നോക്കി അയവിറക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ കുഞ്ഞിലേ തൊട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഈ കപ്പയുടെ സീസണൊക്കെ ആകുമ്പോൾ എല്ലാവരും കൂടെ വന്നിരുന്നിട്ട് ഇങ്ങനെ കപ്പ കൊത്തുകയും പിള്ളേരൊക്കെ ആകുമ്പോൾ അവിടെ കിടന്ന് കളിക്കുകയും ഒച്ച വെക്കുകയും ബഹളം വെക്കുകയും എന്തൊരു രസമുള്ളൊരു കാലഘട്ടമായിരുന്നു അതെന്ന് എനിക്ക് ഇപ്പോഴതിനെപ്പറ്റി ആ മെമ്മറീസൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. നല്ല അടിപൊളി ആ ഒരു നിമിഷങ്ങളൊക്കെ കഴിഞ്ഞു പോയി. എന്നാലും പോട്ടെ, കുഴപ്പമില്ല. എന്നാലും ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അങ്ങനത്തെ അനുഭവങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിരുന്നാലും നമ്മൾ നമ്മുടെ കപ്പയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വേണം ഇനിയാണ് എനിക്ക് ആ ഫീൽ വന്നത്, കപ്പ തികയണില്ല എന്നുള്ളൊരു ഫീൽ വന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ബാക്കി കപ്പ അതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ടുണ്ടല്ലോ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കും കേട്ടോ. കുഴച്ചെടുക്കുന്ന അത്രേ ഉള്ളൂ. നമ്മൾ വേറെ അതിനകത്ത് തേങ്ങയോ അങ്ങനെ ആവശ്യമില്ലാത്ത ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. കപ്പയ്ക്കകത്ത് ഇതിൻ്റെ വിഷാംശം പോകാൻ വേണ്ടിയിട്ട് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ്. കാരണം നമ്മൾ മീൻകറി വെച്ചിട്ടുണ്ട്, അപ്പോൾ മീൻകറിയുടെ കൂടെയാണ് ഇത് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ തിളച്ച് വന്ന സമയത്ത് നമ്മൾ ഉപ്പിട്ട് നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ കപ്പ റെഡിയാക്കിയത്. ഇതാണ് കേട്ടോ കപ്പ. നല്ല അടിപൊളിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ കയ്പ്പായിരുന്നു. എന്നാലും എൻ്റെ മീൻകറി ഉണ്ടല്ലോ അതുകൂട്ടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക്